മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ചുട്ട മറുപടിയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തോളോട് തോള് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് NK പ്രേമചന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന് എതിരെ നടത്തിയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് സുരേഷ് ഗോപി എയിംസുമായി ബന്ധപ്പെട്ട് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിൽ എയിംസ് വന്നിരിക്കും എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സർ. ഇപ്പൊ കാണുന്നില്ലേ, തെരുതെര നടന്ന് ഉദ്ഘാടനവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ തുടങ്ങി വെക്കുന്ന കണ്ടില്ലേ? 2 മാസം അപ്പുറം ഇലക്ഷൻ ഉള്ളപ്പോ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശമാണ് സർ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ സജ്ജമാകുന്നു, 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാരുണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം. പിന്നെ അതിനെന്തിനാ നിങ്ങൾക്ക് സംശയം? എനിക്ക് സംശയമില്ല. മത്സരിക്കില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരില്ല എന്നാ പറഞ്ഞത്. പക്ഷെ മത്സരിക്കാനും അവർക്ക് എന്നെ ജയിപ്പിക്കാനും മതിയായ കാരണങ്ങൾ വേറെ കാണും. അതിപ്പോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ, സുരേഷ് ഗോപി ചോദിച്ച ആ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു വിഷയം. ആരാണ് ഇവിടെ എയിംസ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത്? ആരാണ് എയിംസിനെ കുറിച്ച് ചർച്ച കൊണ്ടുവന്നത്? അത് ഞാനല്ലേ എന്ന് സുരേഷ് ഗോപി എത്ര നിഷ്കളങ്കമായിട്ടാണ് ചോദിക്കുന്നത്. ഇത് കേരളത്തിലെ സകല സാധാരണക്കാരും നെഞ്ചിലേറ്റും. ഇവിടെ UDF-ഉം LDF-ഉം ഒരുമിച്ചിട്ടുള്ള ഒരു സംവിധാനം രാജ്യം 10-65 വർഷക്കാലം UPA സർക്കാർ ഉൾപ്പെടെ രാജ്യം അടക്കി ഭരിച്ചിട്ടും ഇന്നേ വരെയായിട്ട് നമ്മുടെ കേരളത്തില് ഒരു ചർച്ചയെങ്കിലും എയിംസുമായി ബന്ധപ്പെട്ട് ഇടതനോ വലതനോ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി രംഗത്ത് വന്നത് മുതലല്ലേ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എയിംസ് ഇവിടെ കൊണ്ടുവരുമെന്നൊരു ചർച്ച പോലും വന്നിട്ടുള്ളത്? അദ്ദേഹം ചോദിച്ചത് വളരെ വ്യക്തമല്ലേ, ആരാണ് ഇവിടെ 2026 കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അടുത്ത തവണ ഇലക്ഷന് വോട്ട് വാങ്ങാൻ വോട്ടു തേടി രംഗത്തിറങ്ങുന്നതിന് മുമ്പേ ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് എയിംസിന് തറക്കല്ലെങ്കിലും ഇടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിൽ നിന്ന് അദ്ദേഹം ഓരോ രീതിയിലും ഒരടി പിറകോട്ട് ഇപ്പോഴും നിൽക്കുന്നില്ല. 2027-ലോ 28-ലോ സാധ്യമാവട്ടെ എന്ന സുരേഷ് ഗോപി കൃത്യമായിട്ട് പറയുന്നത്. നമുക്കറിയില്ലേ, 10-65 വർഷക്കാലം ഇവിടെ ഇടതും കോൺഗ്രസും കൂടി രാജ്യം അടക്കി ഭരിച്ചിട്ടും ഇന്നേ വരെ ഒരു എയിംസിനെ കുറിച്ച് പോലും ചർച്ച പോലും നടത്താൻ സാധിക്കാത്ത ആളുകളാണ് ഇപ്പോ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത്. അദ്ദേഹം എയിംസ് കേരളത്തിന് ആവശ്യമാണെന്ന ചർച്ച ഉയർത്തി. മാത്രല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ എയിംസ് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നു. ഇതൊക്കെ തന്നെ കാത്തിരുന്നോളൂ, യാഥാർത്ഥ്യമാവാൻ പോകുന്നത് തന്നെയാ. സുരേഷ് ഗോപി എന്ന ആ നല്ല മനുഷ്യരെ കേരളത്തിലെ ജനത തിരിച്ചറിയുന്നുണ്ട്. മാപ്രകളുടെ, അതേപോലെ തന്നെ ഇവിടെയുള്ള വലതിന്റെയും ഇടതിന്റെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും ഏതായാലും സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കേരള ജനതയുടെ ഗുഡ് സർട്ടിഫിക്കറ്റാ. അത് അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നേ വരെ കേരളത്തിൽ ചർച്ച പോലും ചെയ്യാത്ത എയിംസ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ളൊരു വലിയ ചർച്ച അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചു. അതേപോലെ തന്നെ എയിംസ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാനും സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് കേരളത്തിലെ ജനത ഒന്നടങ്കം വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹം കൊണ്ടുവരിക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് എതിർത്ത് നിൽക്കുന്നത് കേരള സർക്കാരാണ്, കേരള സർക്കാർ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കുന്നില്ല എന്ന്. ഇതൊരു സുരേഷ് ഗോപി മാത്രമാണോ പറയുന്നത്? അല്ല, ഒരു BJP MP മാത്രമല്ല പറയുന്നത്. പ്രതിപക്ഷ നിരയിലെ NK പ്രേമചന്ദ്രൻ
കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂ. വാർത്തയും കൊടുക്കാം, അതോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രൻ പറയുന്നത് കൊടുക്കാം. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. കൊല്ലം ആശ്രാമം ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പിടിവാശിയെ തുടർന്ന് ഇല്ലാതായെന്ന് NK പ്രേമചന്ദ്രൻ MP. ESI കോർപ്പറേഷന്റെ തീരുമാനത്തെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് അട്ടിമറിച്ചു. രാഷ്ട്രീയ വിവേചനത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കി. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകാത്തതാണ് തിരിച്ചടിയായത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗം. രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയുടെ ഭാഗമായി പാവപ്പെട്ട തൊഴിലാളികളുടെ ആശുപത്രി ഇല്ലാതാക്കി 600 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടും വിഷയത്തിൽ നിലപാടെടുത്തില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടി കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും പരിരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വൻകിട ആശുപത്രി സമുച്ചയവും, അതുപോലെ തന്നെ ഇപ്പോൾ 50 സീറ്റിലെ കുട്ടികൾക്ക് അടുത്ത വർഷം മുതൽ അധ്യയന വർഷം മുതൽ പഠിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ളവ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരുന്നത് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഫലം. നിങ്ങൾ കേട്ടില്ലേ? കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജ് കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ എയിംസ് ആണ് ഈ പറയുന്ന കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. 600 കോടി രൂപ കേന്ദ്ര സർക്കാർ അതിന് അനുവദിച്ചു. കേന്ദ്ര സർക്കാർ ESI മെഡിക്കൽ കോളേജിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു. എന്നിട്ടൊരു ഒപ്പിട്ട് കേരള സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് സുരേഷ് ഗോപി അല്ല, ഏതെങ്കിലും BJP MP അല്ല പറയുന്നത്, പ്രതിപക്ഷ നിരയിലെ NK പ്രേമചന്ദ്രനാ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ എയിംസ് എന്നറിയപ്പെടുന്ന ESI മെഡിക്കൽ കോളേജ് കേരള സർക്കാർ ഒരു ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ കുളമാവുന്നു. 600 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിക്ക് കേരള സർക്കാർ എതിർത്തു നിൽക്കുന്നു. എന്തുകൊണ്ടാ കേരള സർക്കാർ ഇതിനൊക്കെ എതിർത്ത് നിൽക്കുന്നത്? വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് ഇതെങ്ങാനും ഒരു ഒപ്പിട്ട് കേരള സർക്കാർ കൊടുത്താൽ ഇവിടെ BJP കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നു കേരളത്തിന് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തുന്നതിനെ ഭയന്നിട്ട് സാധാരണക്കാർക്ക് കിട്ടുന്ന 600 കോടി രൂപയുടെ വികസനത്തിന്റെ കടക്കൽ കേരള സർക്കാർ കത്തിവെച്ചിരിക്കുന്നു. സുരേഷ് ഗോപി എത്ര കാലമായിട്ട് ഇവിടെ എയിംസ് കൊണ്ടുവരും എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടും അതെന്തുകൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമാവാതെ പോകുന്നു? കേരള സർക്കാർ ഓരോ തരത്തിലും സ്ഥലം പോലും എടുത്തു കൊടുക്കുന്നില്ല. ഓരോ തരത്തിലും കേരള സർക്കാർ സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കുന്നില്ല, പരമാവധി എതിർത്ത് നിൽക്കുക. കാരണം എന്താ? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി ഇവിടെ എയിംസ് കൊണ്ടുവന്നു എന്ന ആ വലിയ വികസനത്തെ കേരള ജനത സ്വീകരിക്കുന്നത് ഭയന്നിട്ട് എയിംസിനെതിരെ നിൽക്കുന്നു, ESI മെഡിക്കൽ കോളേജിന് എതിരെ നിൽക്കുന്നു. 600 കോടി രൂപയുടെ ഒരു പദ്ധതി കേരളത്തിന് അനുവദിച്ചിട്ട് അതൊരു ഒപ്പിട്ട് കൊടുക്കാതെ പുച്ഛിച്ചാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ എയിംസിന് സ്ഥലം കൊടുക്കുന്നില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നതും സകല സാധാരണക്കാർക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നില്ലേ? കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് ഇടുമ്പോഴും അതൊക്കെ തന്നെ തടഞ്ഞു നിർത്തി അതിനൊക്കെ തന്നെ എതിർത്തുകൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് NK പ്രേമചന്ദ്രൻ പറയുന്നതിലും അപ്പുറം മറ്റൊരു തെളിവ് കേരള ജനതയ്ക്ക് ആവശ്യമുണ്ടോ? സുരേഷ് ഗോപി പറയുന്നത് എയിംസിനെ കുറിച്ച്, NK പ്രേമചന്ദ്രൻ പറയുന്നു ESI മെഡിക്കൽ കോളേജ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു, അതിന് കേരള സർക്കാർ എതിർത്ത് നിൽക്കുന്നു. ഇവിടെ കേരള സർക്കാർ കേന്ദ്രം കൊണ്ടുവരുന്ന സകലതിനെയും എതിർക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളോട് പറയാ, കേന്ദ്രത്തിന്റെ വികസനങ്ങൾ ഇവിടേക്ക് എത്താൻ കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന, കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള BJP തന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിപ്പിച്ചാലേ നമുക്ക് ഇതുപോലെയുള്ള 600 കോടി രൂപയുടെയും അതേപോലെ തന്നെ എയിംസ് ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്. എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയുടെ എയിംസ് കൊണ്ടുവരും എന്നുള്ളതിലും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട.